ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൊളോഷ്യൻസ് 1:16. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെ അവൻ മൂലം സൃഷ്ടിക്കപ്പെട്ടു. സകലത്തിന്റെ പിതാതാവായ ദൈവത്തിന് പരമേൽപ്പിച്ചുകൊണ്ട് ലോകത്തെ 831 കോടി ജനങ്ങളും 250 രാജ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ വിഷയം പ്രോഫറ്റിക് ഇന്റർസെഷൻ ത്രൂ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിലൂടെ പ്രവാചക മാധ്യസ്ഥം. ഓരോ വചനവും അതിൽ തന്നെ പൂർണ്ണമാണ്. അതിനോടനുബന്ധിച്ച വചനങ്ങളും നാം പഠിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ വചനം വെച്ച് ദൈവത്തോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. എല്ലാ അധികാരങ്ങളും ഈ വചനമനുസരിച്ച് ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ലോകരാഷ്ട്രങ്ങളെ നമുക്ക് സമർപ്പിക്കാം, അതിൻ്റെ നേതാക്കന്മാരെ നമുക്ക് സമർപ്പിക്കാം. നാം ഒരു വേള നമ്മുടെ മക്കള് യുദ്ധമേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന രാജ്യത്തായിരിക്കാം, ഇസ്രായേലിലായിരിക്കാം, ഇറാനിലായിരിക്കാം. ഈ വചനം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ സകലമർത്തിന്റെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ജെറമ്യാ 32:27. ഈ വചനമനുസരിച്ച് 831 കോടി ജനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിനെതിരായി പ്രവർത്തിക്കുന്നവരും ക്രിസ്ത്യൻ മക്കൾക്കെതിരായി പ്രവർത്തിക്കുന്നവർക്കും വേണ്ടി നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഓരോ വചനത്തിലും ഒരു പ്രൊഫറ്റിക് ഇന്റർസെഷനുള്ള സാധ്യത കിടപ്പുണ്ട്. നാം അതൊന്നും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറില്ല എന്നുള്ളതാണ് വളരെ ശോചനീയമായ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇന്നും ലോകത്തിലുള്ള എല്ലാം കർത്താവായ യേശുവിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് കാണിക്കുന്ന ധാരാളം വചനങ്ങളുണ്ട്. ജനേഷ്യസ് 1:1 മുതൽ 31 വരെ, ഐസായ 45:12, ജോൺ 1:3, റെവലേഷൻ 4:11, സാം 19:1, ഐസായ 42:5, 1 കൊറിന്തോസ് 8:6, നെഹെമ്യ 9:6, എക്സോഡസ് 31:16 മുതൽ 17 വരെ, ഹീബ്രു 3:4, ഹീബ്രു 11:3, ജോൺ 33:4, റോമർ 11:36, ഹീബ്രു 2, ജനേസിസ് 1:38, ജെറമ്യ 5:15, ആമോസ് 9:6, 1 യോഹന്നാൻ 4:4, ഐസായ 5:26, നിയമാവർത്തനം 10:14, ജോഷുവ 38:4, ജനേസിസ് 1:1, റോമർ 1:20, 2 പത്രോസ് 3:5, ജെറമ്യ 4:23. ഇങ്ങനെ ധാരാളം വചനങ്ങളുണ്ട്. നമുക്ക് ഇനി മുതൽ കൂടുതൽ പ്രോഫറ്റിക് ഇന്റർസെഷനിലൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ട കൃപ കർത്താവായി